ജീവൻ പൊലിഞ്ഞ ആളുകളുടെ കുടുംബാംഗങ്ങൾക്ക് രാജ്യത്തിനാകമാനം നീതി ലഭിക്കുന്ന മാതൃകാപരവും അതിശക്തവുമായ ആക്രമണമാണ് പാകിസ്ഥാൻ്റെ 9 കേന്ദ്രങ്ങളിൽ നടന്നത്. കൃത്യമായി പറഞ്ഞാൽ 9 കേന്ദ്രങ്ങൾ വളരെ വ്യക്തമായ സിംബോളിക് ടാർഗറ്റ് തന്നെയാണ്. ഈ ആക്രമണത്തിനൊരു പ്രതീകാത്മക സ്വഭാവം കൂടി ഉണ്ടല്ലോ. ഭീകര കേന്ദ്രങ്ങൾ മാത്രം തിരഞ്ഞുപിടിച്ച് സൈനിക കേന്ദ്രങ്ങളെയും ജനവാസ കേന്ദ്രങ്ങളെയും പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് ഭീകരതയുടെ പ്രഭവ കേന്ദ്രങ്ങൾ മാത്രം തപ്പിയെടുത്തുകൊണ്ട് നടത്തിയ ആക്രമണമാണ്. നോക്കൂ, ഭീകരതയുടെ പ്രഭവ കേന്ദ്രത്തിൽ ഒന്ന് ബഹാവൽപൂർ മേഖലയാണ്. അത് ജയ്ഷെ മുഹമ്മദിൻ്റെ കേന്ദ്രമാണ് എന്നോർക്കണം. ജയ്ഷെ മുഹമ്മദിൻ്റെ തലവൻ്റെ ആസ്ഥാന പ്രദേശം തന്നെ ഇന്ന് തീഗോളമായി മാറിയിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഈ ജയ്ഷെ മുഹമ്മദ് അല്ല ഈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് തോന്നാമെങ്കിലും ലഷ്കർ ഇ തോയ്ബയും ജയ്ഷെ മുഹമ്മദും ഹർക്കത്തുൽ മുജാഹിദീനും ഹിസ്ബുൾ മുജാഹിദീനും എല്ലാ ഭീകര ഗ്രൂപ്പുകളും ഏകോദര സഹോദരങ്ങളെ പോലെ തന്നെയാണ് ആൻറ്റി ഇന്ത്യ റെറ്ററിക്കിൽ പാകിസ്ഥാൻ സൈന്യം ISI ചേർന്ന് വളർത്തിയെടുത്ത സംവിധാനങ്ങളാണ്. അതുകൊണ്ട് ഇതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ജയ്ഷെ മുഹമ്മദ് ഉൾപ്പെടെ ഇന്ത്യക്കെതിരെ ചരിത്രപരമായി തിരിഞ്ഞിട്ടുള്ള ഗ്രൂപ്പുകളാണ്. മാത്രമല്ല, നമ്മൾ വിട്ടുകൊടുത്ത 1999 നമ്മുടെ കാണ്ഡഹാറിൽ വിമാനറാഞ്ചൽ നാടകത്തിൻ്റെ സൂത്രധാരൻ, ആ സമയത്തെ വിട്ടുകൊടുക്കേണ്ടി വന്ന ജയ്ഷെ മുഹമ്മദിൻ്റെ തലവൻ മസൂദ് അസർ, അദ്ദേഹത്തിൻ്റെ കേന്ദ്രമാണ് തകർത്തിരിക്കുന്നത്. അതൊന്ന്.